ഭാരതാംബ വിഷയത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷന് സ്റ്റേ ഇല്ല എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, ഇപ്പോൾ കോടതി ഹർജി പരിഗണിക്കുകയായിരുന്നു. രജിസ്ട്രാർക്ക് അനുകൂലമാണോ? എന്തൊക്കെയാണ് കോടതി നിരീക്ഷണങ്ങൾ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രജിസ്ട്രാറെ കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയിലെ രജിസ്ട്രാറെ കഴിഞ്ഞ ദിവസമാണ് സസ്പെൻഡ് ചെയ്തത്. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ഇല്ല, സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി വിസമ്മതിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രജിസ്ട്രാറുടെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചുവെന്ന വിമർശനം ഹൈക്കോടതി ഉയർത്തുന്നു. ഇങ്ങനെയല്ല വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്നുമാണ് ഹൈക്കോടതി രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിനെതിരെ ഉയർത്തിയ വിമർശനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഹൈക്കോടതി രജിസ്ട്രാറുടെ അഭിഭാഷകനോട് ചോദിച്ചത് ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. അവിടെ പ്രകോപനപരമായ എന്ത് ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്നും ഹൈക്കോടതി ചോദിച്ചു. എന്ത് മതചിഹ്നമാണ് പ്രദർശിപ്പിച്ചത് എന്നതിൽ മറുപടി നൽകുന്നില്ലല്ലോ എന്നായിരുന്നു അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ച ചോദ്യം. ഹിന്ദു ദേവതയുടെ ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്ന് രജിസ്ട്രാറുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ഹൈക്കോടതി ഈ വിശദീകരണം അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയും ചെയ്തത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ഉയർത്തിയ ഈ വിമർശനങ്ങൾ തന്നെയാണ്. ഹൈക്കോടതി അഭിഭാഷകൻ ഹൈക്കോടതി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്ത ഇതിൽ ഹിന്ദു ദേവതയുടെ ചിത്രമാണ് ഈ പരിപാടിക്കിടെ പ്രദർശിപ്പിച്ചത് എന്ന് രജിസ്ട്രാറുടെ അഭിഭാഷകൻ എൽവിൻ പീറ്റർ മറുപടി നൽകി. ഹിന്ദു ദേവതയാണോ മറ്റേതെങ്കിലും മതത്തിന്റെ ദൈവമാണോ എന്നതല്ല ചോദ്യം എന്നും അഭിഭാഷകൻ മറുപടി നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമവിരുദ്ധമായി VC നടത്തിയ സസ്പെൻഷനാണ് ഇവിടുത്തെ വിഷയം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതാണ് വിഷയം എന്ന കാര്യം കൂടി അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യം കോടതി ഈ വാദങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പരിഗണിച്ചില്ല. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് VCയുടെ സസ്പെൻഷൻ എന്നായിരുന്നു ചടങ്ങിൽ രജിസ്ട്രാർ ചെയ്ത നടപടി അത് ശരിയായില്ല എന്നുള്ള വിമർശനം മാത്രമാണോ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്? രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അത് സിൻഡിക്കേറ്റിനാണെന്ന് ആദ്യം തുടക്കം തൊട്ട് പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒന്നും കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? ഈ VCയുടെ നടപടിക്കെതിരെയൊന്നും കോടതി ചോദ്യം ഉന്നയിച്ചിട്ടില്ലേ? അത്തരം ചോദ്യങ്ങൾ ഉയർന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ VCക്കെതിരായ വിമർശനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ രജിസ്ട്രാറുടെ നടപടിയെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതി രജിസ്ട്രാറോട് ചോദ്യം ചോദിക്കുന്നത്. ഭാരതമാതാവ്, അതായത് കോടതി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടത് എന്ത് ചിഹ്നമാണ്, എന്ത് മതചിഹ്നമാണ് അവിടെ പ്രദർശിപ്പിച്ചതെന്ന കാര്യമാണ് രജിസ്ട്രാറുടെ അഭിഭാഷകനോട് ഹൈക്കോടതി ചോദിച്ചത്. അതിനെ ഒരു സ്ത്രീയെ പതാകയേന്തിയ ഒരു സ്ത്രീയുടെ ചിഹ്നമാണ് അവിടെ പ്രദർശിപ്പിച്ചത്. കാവ്യവർണ്ണമുള്ള പതാകയേന്തിയ ഒരു സ്ത്രീയുടെ ചിത്രമാണ് അവിടെ പ്രദർശിപ്പിച്ചതെന്നായിരുന്നു അഭിഭാഷകൻ നൽകിയ മറുപടി. തുടർന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്, ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമാണ് എന്ന് ഹൈക്കോടതി പറയുന്നത്. അവിടെ പ്രകോപനപരമായ എന്ത് ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്നും ഹൈക്കോടതി ആരായുന്നു. എന്ത് മതചിഹ്നമാണ് പ്രദർശിപ്പിച്ചത് എന്നതിൽ അഭിഭാഷകൻ മറുപടി നൽകുന്നില്ലല്ലോ എന്നാണ് ഹൈക്കോടതി ആവർത്തിച്ച് അഭിഭാഷകനോട് ചോദിച്ചത്. തുടർന്നാണ് അഭിഭാഷകൻ ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നത്. ഹിന്ദു ദേവതയുടെ ചിത്രമാണ് ഈ പരിപാടിക്കിടെ സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിച്ചത്. ഹിന്ദു ദേവതയാണോ മറ്റേതെങ്കിലും മതത്തിന്റെ ദൈവമാണോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം, ഇവിടുത്തെ പ്രശ്നം. മറിച്ച് നിയമവിരുദ്ധമായി വൈസ് ചാൻസലർ നടത്തിയ സസ്പെൻഷനാണ്, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതാണ് വിഷയം എന്ന കാര്യവും കൂടി അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് VCയുടെ സസ്പെൻഷൻ നടപടി എന്നായിരുന്നു രജിസ്ട്രാർ ഹൈക്കോടതി അറിയിച്ചത്. സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിന് മാത്രമാണ്. രജിസ്ട്രാറുടെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്, വൈസ് ചാൻസലർ അല്ല. സിൻഡിക്കേറ്റിന്റെ തീരുമാനമില്ലാതെയാണ് വൈസ് ചാൻസലർ നടപടി എന്നടക്കമുള്ള വാദങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടിയല്ല ഇത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. പരിപാടിയിൽ ഉപയോഗിച്ചത് മതചിഹ്നമാണ്. ഇങ്ങനെ ആയിരുന്നില്ല ആ ചടങ്ങിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അത്തരത്തിലുള്ളൊരു ചടങ്ങിനെ മുടക്കുന്ന രീതിയിലേക്ക് ഇടപെടൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇതൊരു സസ്പെൻഷൻ മാത്രമാണെന്നും കോടതി വിലയിരുത്തുന്നുണ്ട്.
അങ്ങനെയാണ്. ഇതൊരു സസ്പെൻഷൻ മാത്രമാണല്ലോ, അല്ലെങ്കിൽ പുറത്താക്കലല്ലോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു സാധാരണ സസ്പെൻഷൻ മാത്രമാണല്ലോ. എന്നാൽ ലഘൂകരിച്ചുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട്, രജിസ്ട്രാർ പദവിയിൽ നിന്നുള്ള സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചോദ്യം. രജിസ്ട്രാറുടെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചുവെന്ന് ഹൈക്കോടതി വിമർശനമായി തന്നെ പറയുകയും ചെയ്തു. ഇങ്ങനെയല്ല വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നെന്നുമാണ് രജിസ്ട്രാർക്ക് നേരെ ഹൈക്കോടതി ഉയർത്തിയ വിമർശനം. ഇതിൽ ഗവർണർ ഈ ഹർജി നൽകുമ്പോൾ സസ്പെൻഷൻ നടപടി, വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ അല്ലെങ്കിൽ വാദത്തിനിടെ അനിൽകുമാർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ, രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റിനാണ്, സർവകലാശാലയുടെ സിൻഡിക്കേറ്റിനാണ് പരമാധികാരം. സിൻഡിക്കേറ്റിന്റെ തീരുമാനമില്ലാതെയാണ് VC സസ്പെൻഷൻ തീരുമാനമെടുത്തത്. വൈസ് ചാൻസലറുടെ നടപടി സർവകലാശാല നിയമത്തിന്റെ കടുത്ത ലംഘനമാണ്. അധികാര പരിധിക്ക് പുറത്തു നിന്നാണ് വൈസ് ചാൻസലർ സസ്പെൻഷൻ നടപടിയെടുത്തത്. VCയുടെ നടപടി ഏകപക്ഷീയവും അനുചിതവും നിയമവിരുദ്ധവും വിവേചനവുപരമാണ്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ജസ്റ്റിസ് N. നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ സ്റ്റേ ആവശ്യം അഭിഭാഷകൻ ഉന്നയിച്ചു. പക്ഷേ സ്റ്റേ നൽകാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള സർവകലാശാലയ്ക്കും വൈസ് ചാൻസലർക്കും രണ്ട് നിലപാടാണല്ലോ എന്ന കാര്യം ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ നിരീക്ഷിച്ചു. അതിനുശേഷമാണ് സർവകലാശാലയോട് ആദ്യം മറുപടി ഫയൽ ചെയ്യാൻ, മറുപടി സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടത്. ഇതിൽ എന്ത് ക്രമസമാധാനം, അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു സെനറ്റ് ഹാളിന്റെ പുറത്ത് എന്ന കാര്യം സർവകലാശാല ഹർജിക്കാർ രജിസ്ട്രാർ ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്ന് സർവകലാശാലയ്ക്ക് പുറത്ത് എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം പോലീസ് അറിയിക്കണം, വിശദീകരണം നൽകണമെന്ന കാര്യവും കൂടി പോലീസിനോടും സംസ്ഥാന പോലീസ് മേധാവിയോടും അക്കാര്യം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതൊരു സസ്പെൻഷൻ മാത്രമാണ് എന്നാണ് രണ്ട് ഘട്ടങ്ങളിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചത്.